ഹായ് ഓൾ. എറണാകുളം ജില്ലയിലെ തേവരയിൽ സ്ഥിതി ചെയ്യുന്ന ഇഗ്നോ കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഇഗ്നോ സ്റ്റഡി സെന്റർ ആണ് സേക്രഡ് ഹാർട്ട് കോളേജ് തേവര. ഇന്നത്തെ ഇഗ്നോ യാത്ര സേക്രഡ് ഹാർട്ട് കോളേജിലേക്കാണ്. കലൂരിൽ നിന്ന് തേവര ഫെറി റൂട്ടിന് പോകുന്ന ഏതൊരു ബസ്സിൽ കയറിയാൽ നമുക്ക് കോളേജിന്റെ മുന്നിൽ ഇറങ്ങാവുന്നതാണ്. ഇനി കാക്കനാട് ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ തേവര ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് മിനിമം ചാർജിൽ നിങ്ങൾക്ക് ഓട്ടോ ആയാലും ബസ് ആയാലും കോളേജ് ബസ് സ്റ്റോപ്പിലേക്ക് എത്താവുന്നതാണ്. ഇതാണ് നമ്മുടെ സേക്രഡ് ഹാർട്ട് കോളേജ് തേവര. ഈ കോളേജ് കാണുമ്പോൾ പലർക്കും ഒരുപക്ഷെ ഒരു പരിചയമൊക്കെ തോന്നിയേക്കാം. ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള ഒരു കോളേജാണ് സേക്രഡ് ഹാർട്ട് കോളേജ് തേവര. ആദ്യമേ പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ കോളേജിനകത്താണ് പാർക്ക് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ പാർക്കിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് ഇഗ്നോ പരീക്ഷ എഴുതാൻ വരുന്നവർക്കും മറ്റു കാര്യങ്ങൾ അറിയാൻ വരുന്നവർക്കും. പുറത്ത് അങ്ങനെ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അകത്ത് പാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബൈക്ക് പാർക്ക് ചെയ്യുന്നതിനായിട്ട് 20 രൂപയും ഇനിയിപ്പോൾ കാറിലാണ് നിങ്ങൾ വരുന്നത്, കാർ പാർക്ക് ചെയ്യുന്നതിന് 50 രൂപയാണ് വരിക. കോളേജിനകത്തെ ഗ്രൗണ്ടിന് ചുറ്റുമായിട്ടാണ് കാർ പാർക്കിംഗ് വരുന്നത്. അതുപോലെ ബൈക്ക് പാർക്കിംഗും കോളേജിന് ചുറ്റുമായിട്ടും കാണാൻ സാധിക്കും. അതല്ലാതെ മെയിൻ ബ്ലോക്കിന്റെ സൈഡിലായിട്ട് നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്തതായിട്ട് കാണാം. കോളേജിന്റെ ഒപ്പം നടുക്കായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു വരുന്ന ലോണുകളും അതുപോലെ കുറെ ശില്പങ്ങളും ഒക്കെ തന്നെ കാണാൻ സാധിക്കും. നല്ല വീതിയുള്ള കൊറിഡോറാണ്. അതും ഈ കോളേജിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി. കാരണം പലയിടത്തും കൊറിഡോറിന് ഇത്രയും അധികം വലുപ്പം ഉണ്ടാവാറില്ല, അല്ല ഇത്രയും വീതി ഉണ്ടാവാറില്ല. ഓരോ ചുമരുകളും വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു കോളേജ് കൂടിയാണ് SH കോളേജ് തേവര. മെയിൻ എൻട്രൻസ് നിന്ന് നേരെ കയറിയാൽ തന്നെ നമുക്ക് അവിടെ നോട്ടീസ് ബോർഡും അവിടെ പരീക്ഷയുടെ മറ്റു ഡീറ്റെയിൽസും ഒക്കെ തന്നെ കാണാൻ സാധിക്കും. കോളേജിന്റെ ആർച്ചേഞ്ചൽ ഹാളിൽ നിന്നാണ് പൊതുവെ ഇഗ്നോ പരീക്ഷകൾ നടത്താറുള്ളത്. ഇഗ്നോ ഓഫീസിലേക്ക് എത്തുന്നതിനായിട്ട് ആദ്യം മീഡിയ സെന്റർ എവിടെയാണെന്ന് ചോദിക്കുക. മീഡിയ സെന്ററിന് നേരെ മുന്നിൽ നിന്ന് റൈറ്റ് എടുത്ത് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഗ്നോ ഓഫീസ് കാണാൻ സാധിക്കും. ഈ വഴിയെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഗ്നോ ഓഫീസ് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ഇഗ്നോന്റെ സേക്രഡ് ഹാർട്ട് കോളേജിലെ ഓഫീസ്. ഈ ഓഫീസിന്റെ പുറത്തും നല്ലൊരു നോട്ടീസ് ബോർഡ് ഉണ്ട്. അതിൽ ഇഗ്നോ സംബന്ധിച്ചുള്ള പരീക്ഷ എഴുതാൻ വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റും മറ്റു കാര്യങ്ങളും, ഇനി അതല്ല ഇഗ്നോനെ പറ്റിയുള്ള മറ്റ് അപ്ഡേറ്റ്സിനായിട്ട് വരുന്നവർക്ക് അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും എല്ലാം തന്നെ പ്രിന്റ് ഔട്ട് എടുത്ത് നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ കോൺടാക്ട് ചെയ്യേണ്ടവരുടെ നമ്പറും എല്ലാം തന്നെ ആ നോട്ടീസ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി.
ഈ കാണുന്നതാണ് നമ്മുടെ ഇഗ്നുവിന്റെ പ്രധാനപ്പെട്ട എക്സാം ഹാള്. എക്സാം ഹാളിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുടിവെള്ളത്തിനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. വാഷ്റൂം സൗകര്യവും കോളേജ് ഒരുക്കിയിട്ടുണ്ട്. വളരെ വൃത്തിയുള്ള എക്സാം ഹാളും വളരെ വൃത്തിയുള്ള വാഷ്റൂംസുമാണ് നമുക്ക് സേക്രഡ് ഹാർട്ട് കോളേജിൽ കാണാൻ സാധിച്ചത്. സുവോളജി ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്തായിട്ടാണ് കോളേജിലെ സ്റ്റോർ വരുന്നത്. പെന്നും പെൻസിലും എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റോറിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ സ്നാക്സ് വെൻഡിങ് മെഷീൻ നമുക്ക് കോളേജിൽ കാണാൻ സാധിക്കും. പൊതുവെ കോളേജുകളിൽ ഒന്നും തന്നെ ഇല്ലാത്തൊരു സൗകര്യമാണിത്. കോളേജിനകത്ത് അതുപോലെ നല്ല ഇൻഡോർ ഗ്രൗണ്ടുകളും ഉണ്ട്. അതായത് ഇൻഡോർ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഹാൻഡ്ബോളിന്റെ കോർട്ടും പോരാത്തതിന് ബാസ്കറ്റ്ബോളിന്റെ കോർട്ടും എല്ലാം തന്നെ ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ ഹാൻഡ്ബോളിന്റെ കോർട്ടായിട്ടാണ് തോന്നിയത്. ഇനി അവിടെ ഫുട്ബോൾ ആണോ കളിക്കാറെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഇഗ്നോ സ്റ്റഡി സെന്റർ വിശേഷങ്ങൾ. സേക്രഡ് ഹാർട്ട് കോളേജ് തേവര എന്നുള്ളത് വളരെ നല്ലൊരു സ്റ്റഡി സെന്റർ ആയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ക്യാമ്പസിന്റെ ഭംഗി കൊണ്ടും അതുപോലെ അവരൊരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ കൊണ്ടും എല്ലാം നോക്കിയാലും വളരെ മികച്ചൊരു ഇഗ്നോ സ്റ്റഡി സെന്റർ തന്നെയാണ് സേക്രഡ് ഹാർട്ട് കോളേജ് തേവര. മഴ കാരണം പലയിടത്തായി കയറി നിൽക്കേണ്ടി വന്നെങ്കിൽ ഒരിക്കൽ പോലും ബോർ അടിച്ചിട്ടില്ല. കാരണം ചുവരിലേക്ക് നോക്കിയാലും വളരെ ഭംഗിയുള്ള പല രീതിയിലാണ് അലങ്കരിച്ചിട്ടുള്ളത്. ഇനിയിപ്പം പുറത്തോട്ട് നോക്കിയാലും അതേപോലെ മനോഹരമായിട്ടാണ് ലോണും മറ്റ് ശില്പങ്ങളും എല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ പരീക്ഷ എഴുതാൻ വന്ന സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾക്ക് പബ്ലിക് വാക്ക് വേ ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ കോളേജിനോട് ചേർന്ന് തന്നെയുള്ള കായലിന്റെ സൗന്ദര്യവും ഭംഗിയും എല്ലാം തന്നെ അതും ആസ്വദിക്കാവുന്നതാണ്. പരീക്ഷ കഴിഞ്ഞ് 5-10 മിനിറ്റ് എല്ലാം തന്നെ പബ്ലിക് വാക്ക് വേയിലൂടെ നടക്കുകയോ ഇരിക്കുകയോ എല്ലാം ചെയ്ത ശേഷം നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതാണ്. ഞങ്ങൾ വളരെ ആസ്വദിച്ച് കണ്ട ഒരു ഇഗ്നോ സ്റ്റഡി സെന്റർ ആയിട്ട് നമുക്ക് സേക്രഡ് ഹാർട്ട് കോളേജ് തേവരെ കണക്കാക്കാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കോളേജിനകത്ത് ക്യാൻറ്റീൻ ഇല്ല. പക്ഷെ കോളേജിന്റെ തൊട്ട് പുറത്തായിട്ട് സേക്രഡ് ഹാർട്ട് സ്കൂളിനടുത്തായിട്ട് നമുക്ക് ക്യാൻറ്റീൻ സൗകര്യം ലഭ്യമാണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം തന്നെ പരീക്ഷ എഴുതാൻ വരുന്നവർക്കും മറ്റുള്ളവരെ പോലെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ നിർത്തുന്നു. മറ്റൊരു ഇഗ്നോ യാത്ര എപ്പിസോഡുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.